ഇവിടെ അടുത്തൊരു ധന്വന്തരി ക്ഷേത്രം ഉണ്ടോ ചേച്ചി? ഇല്ല, അത് പട്ടാമ്പിക്കടുത്തല്ലേ? ഇവിടെയല്ല സാർ. ചേച്ചി രവിസാറിന്റെ ബന്ധത്തിലുള്ളതാണ്. ഡോക്ടർ ഉണ്ണി വലിയ ഡോക്ടറാണ്. ശിവൻ വൈദ്യനാഥനാണ്. രവിക്ക് പ്രാർത്ഥനയിലൊന്നും വിശ്വാസം കാണില്ല അല്ലേ? അടുത്തല്ലേ, നടക്കാം. കരിമുത്തിൽ എവിടെങ്കിലും കണ്ടുണ്ടോ ബാബു? വയലിലൊക്കെ ഉണ്ട്. വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ കണ്ടു. അത് വെളുത്ത മുത്തിലാണ്. മുമ്പൊക്കെ ഓരോ പറമ്പിലും എത്ര മെഡിസിൻ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, എല്ലാം പോയി. പാലക്കൽ കിഴക്കേതിൽ മരിച്ച ഉണിച്ചിരി അമ്മമകൻ 1-ാം നമ്പറുകാരൻ രവിശങ്കർ 34 വയസ്സ്, പത്രപ്രവർത്തനം. മേപ്പടി രവിശങ്കറിന്റെ ഭാര്യ മാലിനി 28 ഞാൻ ഡോക്ടർ കെ ആർ ഉണ്ണി. ഓർമ്മയുണ്ടോ? കരോൾ ബാഗ് ഡോക്ടർ രാമനുണ്ണി. ആ, ബാബു ഡോക്ടർ ഉണ്ണി എന്ന് പറഞ്ഞപ്പോ 10-12 കൊല്ലായില്ലേ? ഞാൻ ഡൽഹിയിലെ ജോലി അന്വേഷിച്ച് കുറച്ചു കാലം നിന്നപ്പോ ഇവരുടെ ലോഡ്ജിലായിരുന്നു. ഞാൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് വിടുമ്പോ താൻ ചങ്കേഴ്സ് വീക്കിൽ കയറിയിരുന്നു എന്നാണ് ഓർമ്മ. അത് 3 മാസം, പിന്നെ നാട്ടിലേക്ക് പോന്നു. ഒരിക്കലാരോ പറഞ്ഞു താൻ വിപ്ലവം ഉണ്ടാക്കാൻ നടന്നു. അത് പടിപ്പുറത്ത് എത്തിയില്ല എന്ന് കണ്ടപ്പോ വിട്ടു. പിന്നെ കേട്ടത് ട്യൂട്ടോറിയൽ കോളേജ് നടത്തുന്നു, മനുഷ്യർക്ക് മനസ്സിലാവാത്ത മലയാളത്തിൽ ചിലതൊക്കെ എഴുതുന്നു എന്നൊക്കെയാണ്. അതുവരെ റിപ്പോർട്ട് കിട്ടി. ശേഷം കഥ ശിഷ്യൻ ബാബു പ്രസാദിൽ നിന്നറിഞ്ഞു. ചായ വേണ്ട? ഞാൻ ഡോക്ടറെ പറ്റി ഒരു ഫീച്ചർ ചെയ്തിട്ടുണ്ട് സാർ. ഞാൻ ഡോക്ടർ റഹീമുമായിട്ട് സംസാരിച്ചു. റഹീമിനെ എനിക്കറിയാം. വാഷിംഗ്ടണിൽ ഒരു കോൺഫറൻസിന് വന്നപ്പോ എന്റെ കൂടെയാണ് താമസിച്ചത്. ഈസ് ഗുഡ്. പക്ഷെ രവി ഇങ്ങോട്ട് പോകുന്നത് വളരെ നന്നായി. അവസാനം ഇവിടെ മതിയെന്ന് നിശ്ചയിച്ചു. സെന്റിമെന്റ്സ് എന്നോ നൊസ്റ്റാൾജി എന്നോ എന്ത് വേണമെങ്കിൽ പറയാം. അപ്പോ ഇയാൾ തോൽവി പറഞ്ഞ് മരിക്കാൻ തയ്യാറായി വന്ന് കിടക്കുകയാണല്ലേ? വേറൊന്നും ചെയ്യാനില്ലെന്ന് ഡോക്ടർ റഹീം തന്നെയല്ലേ പറഞ്ഞത്? ഈസ് റൈറ്റ് ആൻഡ് ഹീസ് ഗുഡ്. അയാൾക്കൊന്നും ചെയ്യാനില്ല, അതും ശരിയാണ്. പക്ഷെ തനിക്ക് ചെയ്യാനാവുന്നത് താൻ ചെയ്യുന്നില്ലല്ലോ രവി. ദാറ്റ് ഇസ് ബാഡ്, വെരി ബാഡ്. ഡോക്ടർ ഒരു പുതിയ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട് ഊട്ടിക്കടുത്ത്. പത്രത്തിലൊക്കെ വന്നിരുന്നു. സാർ അവിടെ പോണെന്നാ ഡോക്ടർ പറയുന്നത്. ഡോക്ടർ വന്നതും കണ്ടതും വളരെ വളരെ സന്തോഷം. പക്ഷേ ഞാൻ പഠിക്കൂല. ഈ സ്റ്റേജിൽ ഡോക്ടർക്ക് എന്നെ ഇനി സഹായിക്കാനും ആവില്ല. യു ആർ റൈറ്റ്. എനിക്ക് സഹായിക്കാനാവില്ല. ദ ക്വസ്റ്റ്യൻ ഈസ്, തനിക്ക് തന്നെ സഹായിക്കാനാവുമോ? അതാണ് അറിയേണ്ടത്. വേണമെങ്കിൽ നോക്കാം. ഡോക്ടർ സിമോണ്ടൺ, റേഡിയോളജിസ്റ്റ്, യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസ്. ഡോക്ടർ ലോറൻസ് ഷിഹാൻ, ഡോക്ടർ റഷീദ് ബസീരി, യൂണിവേഴ്സിറ്റി ഓഫ് അയോവ, ഡോക്ടർ ദീപക് ചോപ്ര. ഇവരൊക്കെ പരീക്ഷിച്ച് അപ്രൂവ് ചെയ്ത പ്രോഗ്രാമാണ് ഞാനും ചെയ്യുന്നത്. കേൾക്കാൻ താൻ തയ്യാറുണ്ടോ? ഞാൻ ചില സിമ്പിൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. പൊട്ടിയ ഒരു എല്ല് എങ്ങനെ തനിയെ കൂടിച്ചേരുന്നു? ഒന്നും ചെയ്യാതെ ഒരു മുറിവെങ്ങനെ ഉണങ്ങുന്നു? നമ്മൾ ആലോചിക്കാറില്ല. സാധാരണ സംഭവം. എങ്ങനെ? ശാസ്ത്രത്തിന് അറിയില്ല. ശാസ്ത്രത്തിന് വിവരിക്കാനാവാത്ത ഒരുപാട് പ്രക്രിയകൾ നടക്കുന്നു. എങ്ങനെ? ഉത്തരം, ശരീരത്തിന് അതിൻ്റെതായ ഒരു മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്. അതാണ് പ്രവർത്തിക്കുന്നത്. അനാട്ടമിക്കും ഫിസിയോളജിക്കും പിടികിട്ടാത്തതാണ് ഈ ബുദ്ധി, ശരീരത്തിന്റെ ബുദ്ധി. കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ കഴിഞ്ഞതാണ് ഡോക്ടർ. ഡോക്ടർ റഹീം കണ്ട ശരീരമല്ല ഞാൻ കാണുന്നത്. കൊല്ലത്തിലൊരിക്കൽ ശരീരത്തിലെ 98% സെല്ലുകളും മാറുന്നു. 3 മാസത്തിനിടയ്ക്ക് അസ്ഥികൂടത്തിലെ സെല്ലുകളിലൂടെ കടന്നുപോകുന്ന അണുക്കൾ മാറുന്നു. മാസത്തിലൊരിക്കൽ ചർമ്മം മാറുന്നു. ചുരുക്കത്തിൽ റഹീം കണ്ട രോഗിയല്ല ഇപ്പോഴെന്റെ മുന്നിൽ. ആ ശരീരത്തെ അല്ല ഞാൻ ചികിത്സിക്കാൻ പോകുന്നത്. ഹെറാക്ലിറ്റസ് പറഞ്ഞില്ലേ, ഒരു പുഴയിൽ 2 തവണ ഇറങ്ങാൻ പറ്റില്ലെന്ന്. എന്താ അർത്ഥം? പുഴ മാറുന്നു, കാരണം വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. രോഗി ആദ്യം ശരീരത്തോട് കൽപ്പിക്കണം, കീഴടങ്ങരുത്. നീയും ഞാനും ചേർന്നൊരു പടയൊരുക്കത്തിന് തയ്യാറാവൂ. ബാബു, ഞാൻ മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു കൊടുക്കൂ.
ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. തന്റെ ഈ ശിഷ്യം കൊള്ളാം. എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നപ്പോ എന്നോട് അവസാനം ഒരു ചോദ്യം, അമേരിക്കക്കാര് നിങ്ങൾക്ക് ഭ്രാന്താണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രോഡാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? നൈസ് ക്വസ്റ്റ്യൻ. ഭ്രാന്തന്മാർ കുറെ പേരുണ്ടെന്ന് ഈ പേപ്പേഴ്സ് നോക്കിയാൽ അറിയാം. വരട്ടെ, ഞാൻ നാളെ മോർണിംഗ് ബിഫോർ 10 വരും. എന്റെ കൂടെ വരണം രവി. ഡോക്ടർ, മരിക്കാൻ ഒരുങ്ങി വന്നതല്ലേ, കുറെ കൂടി നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലത്ത് കിടന്ന് മരിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു. എന്താ? ഞാൻ 5 മാസം കൂടി ഇന്ത്യയിലുണ്ടാവും, ഹോസ്പിറ്റലിൽ ഒരു ഫൈനൽ സെറ്റപ്പ് ആവുന്നത് വരെ. ചികിത്സയ്ക്കല്ല, എന്റെ കൂടെ കുറച്ച് ഹോളിഡേസ്, അതിനാണ് ഞാൻ ക്ഷണിക്കുന്നത്. Agreed? രവിയേട്ടൻ എങ്ങോട്ടും പോണ്ട. അന്യ നാട്ടിലൊക്കെ അയാൾ പറയണത് കേട്ട് ചെന്ന് കിടന്ന നോക്കാൻ ആരാ ഉണ്ടാവുക? ഡോക്ടർ ഉണ്ണിയുടെ പരീക്ഷണമായിട്ട് മാറ്റി വെക്കണ്ട. അയാൾക്ക് എളുപ്പത്തിൽ കിട്ടിയ എന്റെ ശരീരമാണല്ലോ ഇവിടെ. പഴയ ഒരു ഫ്രണ്ടായി പോയില്ലേ. മൈൻഡ് ബോഡി മെഡിസിനിൽ ഞാൻ വായിച്ചതാണ് ഡോക്ടർ പറഞ്ഞ പലതും. സാർ പോണം. മാലിന്യം ഒന്ന് ഫോണിൽ കിട്ടുമെന്ന് നോക്ക്. രാജേന്ദ്രൻ ട്രൈ ചെയ്യാവോ എളുപ്പം. വിവരം പറഞ്ഞേക്ക്. കൂടെ വന്ന് നിൽക്കാനൊന്നും അവൾക്ക് ലീവ് ഉണ്ടാവില്ല. ദുർഗയ്ക്ക് വരാനാവോ? അമ്മോട് ചോദിക്കേ. ഞാൻ വരും. എനിക്ക് ആരുടെ ലീവും സമ്മതം വേണ്ട. ഞാൻ നിന്നോളാം. ലീവ് കിട്ടില്ലേ അച്ഛാ? കടലാസിൽ 4 വരി എഴുതി കൊടുത്ത് ജോലി വേണ്ടാന്നും പറഞ്ഞ് ഒറ്റ ഇറങ്ങണം. ഭർത്താവ് അത്യാസന്നായി കിടക്കുമ്പോള് അങ്ങനെ തറവാട്ടി പറഞ്ഞ കുട്ടികളെ അച്ഛാ ചെയ്യ. അതിന് എന്ത് തറവാട്? അമ്മ ഇന്ന് മിണ്ടാണ്ടിരിക്കൂ. അമ്മയ്ക്ക് അറിയില്ലേ, ഈ പഞ്ചായത്തിന്റെ അതിർത്തി വിട്ട് ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. രവിയേട്ടന്റെ കൂടെ ചില സ്ഥലങ്ങളിൽ പോവാനൊരു യോഗം ഉണ്ടാവുമായിരിക്കും. അതിങ്ങനെയായിരിക്കും. 10 മണിന്നല്ലേ പറഞ്ഞത്? പ്രാർത്ഥനയ്ക്കും ഫലമുണ്ട് ചെറിയമേ, അത് തുറന്നുകൊണ്ടേയിരുന്നുള്ളൂ. ഞങ്ങളുടെ ഭാഷയിൽ ഹീലിംഗ് സയൻസ് എന്ന് പറഞ്ഞാൽ രോഗം ഭേദമാക്കുന്ന ശാസ്ത്രമായി അതും ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു. നമ്മൾ നാടന്മാർക്കാണ് സംശയം. സാക്ഷാൽ അമേരിക്കയിലെ കൊടികുത്തി വാഴുന്ന ഡോക്ടർമാർക്ക് യാതൊരു സംശയവുമില്ല. ബാബു, എന്റെ ഈ ബാഗും കൂടി വെക്കണം. ആ, ചെറിയമേ, ഞാൻ ഈ 2 ദിവസം കൂടുമ്പോ വിവരത്തിന് എഴുതാട്ടോ. സമയത്തിനെത്തുമെന്നായിരുന്നു മാലിന്യയുടെ ഭയം. ഞാൻ രാജേന്ദ്രൻ. ഹലോ. രവിയേട്ടന്റെ ഒരു ആരാധകൻ, ശിഷ്യൻ എന്നൊക്കെ പറയാം. ബാബു രാജേന്ദ്രന്റെ കൂടെ കയറിക്കോളൂ. ഞാൻ ഡോക്ടറുടെ വണ്ടിയിൽ. എന്റെ വൈഫാണ്. ദുർഗയും പോന്നോട്ടെ എന്ന് ഞങ്ങൾ നിശ്ചയിച്ചു. ഒരു സഹായത്തിന്. എന്തിന്? അവിടെ ഒരു സെറ്റപ്പ് ആവുന്നതുവരെ ഞാനുണ്ടാവും. ദുർഗ വരേണ്ട ആവശ്യമില്ല. പിന്നെ വേണമെങ്കിൽ അധികം എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലെന്നാ തോന്നണേ. പക്ഷെ ഡോക്ടർ ഉണ്ണി ഹൈലി ക്വാളിഫൈഡ് ആണ്. എന്നാലും രവിയേട്ടൻ സമ്മതിച്ചാണ് അത്ഭുതം. എന്തായാലും ഒരു ആസ്പത്രിയല്ലേ, പരിചയമുള്ളൊരു ഡോക്ടറുടെ സൂപ്പർവിഷനും ഉണ്ട്. നാട്ടിൽ കിടക്കുന്നതിനേക്കാൾ എനിക്കൊരു സമാധാനമുണ്ട്. മിസ്സസ് രവിശങ്കർ, ഇവിടെ രോഗികളുടെ കൂടെ ആരും നിൽക്കണമെന്നില്ല. ഡോക്ടർ പറഞ്ഞില്ലേ? ഇല്ല. പറയും. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഒക്കെ കൂടെ നിൽക്കുമ്പോഴാണ് രോഗി അസ്വസ്ഥനാവുന്നത്. ഇവരെയൊക്കെ വിട്ടുപോകേണ്ടി വരുമല്ലോ എന്ന് സബ് കോൺഷ്യസ് ഫിയർ. വി വോണ്ട് ദ പേഷ്യന്റ് ടു ബി ഫ്രീ മെന്റലി. ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഡോക്ടർ, ഞാൻ നോക്കാം. ആ, എല്ലാം നടന്നു കണ്ടോ? ഇതൊരു ഹോസ്പിറ്റൽ കം ആശ്രമമാണെന്ന് തോന്നാം.
എന്തായാലും വേദന മറന്ന് കിടക്കാൻ കഴിഞ്ഞാൽ മതി. സിസ്റ്റർ എന്തോ ആവട്ടെ. ഡോക്ടർ, മാലിനി പോയിട്ട് സാറ്റർഡേ വന്നാൽ? കാവളോന്നപ്പോൾ പെട്ടെന്ന് പുറപ്പെട്ടു. പ്രിൻസിപ്പാളിനോട് പറയാൻ. ഇവിടെ ഇഷ്ടം പോലെ ട്രെയിൻഡ് നഴ്സസ് ഉണ്ട്. നമ്മുടെ വേദാന്തത്തിൽ പറയുന്നത് പോലെ സംസാരബന്ധങ്ങളൊന്നും ശല്യം ചെയ്യാത്ത ഒരവസ്ഥ, ഓൾമോസ്റ്റ് നിർവാണ. അതാണ് ശരിക്കു പറഞ്ഞാൽ ഈ സിസ്റ്റത്തിന് വേണ്ടത്. മിസ്സസ് രവിക്ക് പോകാം. ഫോൺ നമ്പറുകളൊക്കെ ഓഫീസിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ഞാൻ ഇടയ്ക്ക് വിളിക്കും. ധൈര്യമായിട്ട് പോകാം. ഡോണ്ട് വറി, ഇയാൾ എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. 11 മണിക്കാണ് ഇവിടെ ലഞ്ച്, വെജിറ്റേറിയൻ. അത് കഴിച്ചിട്ട് പോകാം. റൗണ്ട് കഴിഞ്ഞ് ഞാൻ വരാൻ കാത്തിരിക്കണമെന്നില്ല. ഉം? Relax. Whole body relax. Relax. Whole body relax. Relax. Look at that. പ്രകൃതിയുടെ ഈ അത്ഭുതങ്ങളെ സൃഷ്ടിച്ച ചൈതന്യം തന്നെയാണ് നമ്മുടെ ശരീരത്തിലും പ്രവഹിക്കുന്നത്. അത് വിശ്വസിക്കാനാവില്ലേ? യെസ്. ഒരു സെല്ല് ഭ്രാന്തെടുത്ത് പെരുകി പെരുകി എല്ലാ താളക്രമവും തെറ്റിക്കുന്നതാണ് ക്യാൻസർ. അതെല്ലാവർക്കും അറിയുന്നതാണ്. എന്തുകൊണ്ടൊരു സെല്ലിന് ഭ്രാന്തെടുക്കുന്നു? ഇന്നും റിസർച്ച് നടക്കുന്നത് അറിയാത്തതുകൊണ്ടാണല്ലോ. ആർക്കും അറിയില്ല. ഞങ്ങൾ DNA കുഴപ്പമെന്ന് പറയും. എങ്ങനെ കുഴപ്പം വരുന്നു നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ ഈ ശരീരത്തിനറിയാം. താളക്കേടുണ്ടാക്കുന്ന ശക്തിക്ക് തിരുത്താനുള്ള സിദ്ധിയും ഉണ്ടാവും. അത് ഉണർത്താനാണ് ഞങ്ങളുടെ ഈ ഹോളിസ്റ്റിക് സമീപനം. മാറുന്നുവെങ്കിൽ ഉത്തരവാദി ശരീരം തന്നെ. പിടികിട്ടാത്തതിനെയൊക്കെ നമ്മൾ ദിവ്യാത്ഭുതമെന്നോ മിറാക്കിളെന്നോ പറയും. മുറി ഉണങ്ങുന്നതും എല്ലുകൂടുന്നതും മിറാക്കിളല്ലേ? ഞങ്ങളുടെ സിസ്റ്റം കൊണ്ട് അമേരിക്കയിൽ 20% പേർ രക്ഷപ്പെടുന്നു. അതൊരു ഫാക്റ്റാണ്. 5-1 0 ചാൻസ് ആയിട്ടാണ് താൻ എന്റെ കാറിൽ കയറിയത്. ശരീരത്തിനോട് ഇപ്പോൾ കൽപ്പിക്കൂ, 0 അല്ല 5-1. എല്ലാ ശക്തിയും പുറത്തെടുക്കാൻ ശരീരത്തിന്റെ മനസ്സിനോട് കൽപ്പിക്കൂ. ക്വാണ്ടം മെഡിസിനിൽ കീമോതെറാപ്പി ഇല്ല, റേഡിയേഷൻ ഇല്ല. ചികിത്സിക്കുന്നത് രോഗി തന്നെയാണ്. അവനവനെ വിശ്വസിക്കാൻ തുടങ്ങൂ ആദ്യം. പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ശാന്തി ശാന്തി ശാന്തി. സഹസ്രദല സംശോഭിത നളിനം പോലെ മഹാഗഗനം. സഹസ്രദല സംശോഭിത
സമസ്തഭുവനം കാക്കുമനാദിമഹസ്സിൻ സോപാനം. ആത്തിരുനളിനപരാഗം ചാർത്തുക അകമിഴിയാമരവിന്ദം. ആത്മതലങ്ങളിലാവാഹിക്കുക അതിന്റെ ദിവ്യ സുഗന്ധം, അതിന്റെ ദിവ്യ സുഗന്ധം. സഹസ്രദല സംശോഭിത നളിനം പോലെ മഹാഗഗനം. സമസ്തഭുവനം കാക്കുമനാദിമഹസ്സിൻ സോപാനം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ. തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. വീണ്ടയുന്നൊരു മൺകുടമീയുടൽ നീ അതിനുള്ളിൽ നിറയാവൂ. പ്രാണനൊരരുമപ്രാവായി പാടുകയാണതിൽ നിൻ തിരുനാമങ്ങൾ. നിൻ കൃപനങ്ങൾ കരുണാവൂ, അൻപായങ്ങളിൽ ഉണരാവൂ. ഞങ്ങളുടെ ജീവഗണങ്ങൾ ഓരോന്നും നിൻ തേജോഗണമാകാവൂ, നിൻ തേജോഗണമാകാവൂ. സഹസ്രദല സംശോഭിത നളിനം പോലെ മഹാഗഗനം. സമസ്തഭുവനം കാക്കുമനാദിമഹസ്സിൻ സോപാനം. As is the human body, so is the cosmic body. As is the human mind, so is the cosmic mind. As is the microcosm, so is the macrocosm. സഹസ്രദല സംശോഭിത നളിനം പോലെ മഹാഗഗനം. സമസ്തഭുവനം കാക്കുമനാദിമഹസ്സിൻ സോപാനം. ഭയങ്കര സ്പീഡ്. നടന്ന് ഞങ്ങൾ ഒപ്പം എത്തുന്നില്ല. ഇപ്പൊ എത്ര ടൈം എടുക്കുന്നുണ്ട്? 40 മിനിറ്റ്. വല്ലാത്ത ക്ഷീണുണ്ട്. 40 മിനിറ്റ് ഫാസ്റ്റായി നടന്നാൽ ഏത് മല്ലനും കുറച്ച് ക്ഷീണിക്കും. യോഗം, ധ്യാനം, ഓട്ടോ സജഷൻ, ഇതിനെല്ലാം കൂടി ഞങ്ങൾ ഇന്നർ മെഡിസിൻ എന്നാണ് പറയുന്നത്. രവി വളരെ വൈകിയാണ് എന്റെ അടുത്ത് എത്തിയത്. അപ്പോ ഔട്ടർ മെഡിസിനും വേണം. അതിനാവുന്നത് ചെയ്യട്ടെ. നൗ വി ഡു എ കോഴ്സ് ഓഫ് കീമോതെറാപ്പി. രോഗിയുടെ വിൽപ്പവർ കൊണ്ട് ചില കേസുകൾ മാറുമെന്ന് ഞങ്ങൾ ചിലർ ആദ്യം പറഞ്ഞപ്പോ അമേരിക്കയിൽ ഭൂകമ്പം, ന്യൂ ഇംഗ്ലണ്ട് മെഡിക്കൽ ജേണൽ ഒരു ഇന്ത്യൻ യക്ഷിക്കഥയെന്നാണ് പറഞ്ഞത്. പിന്നെ പലയിടത്തു നിന്ന് കേസ് ഹിസ്റ്ററികൾ വന്നപ്പോ അവരത് തിരുത്തി സമ്മതിച്ചു. ഡോക്ടർമാർക്ക് ആ ജേണൽ ഒരു ചെറിയ വേദപുസ്തകം പോലെയാണ്. രവിശങ്കർ സാറ് ചീഫിന്റെ റൂമിലുണ്ട്.
ബ്ലഡ് കൗണ്ട് നോർമലാണ്, ആൾമോസ്റ്റ് നോർമൽ. ഡോക്ടർ, നോർമൽ ശരിക്കും? മിക്കവാറും എന്നാണ് പറഞ്ഞത്. എന്റെ കഴിവല്ല, തന്റെ പരിശ്രമം. പിന്നെ ആ മഹാവൈദ്യനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അനുഗ്രഹം. നീ ഇപ്പം പ്രസാദം ദുർഗ ചേച്ചി എനിക്ക് അയച്ചെന്നാ സാറിന് എത്തിക്കാൻ. നമഃശിവായ. You look gorgeous. ഇത്ര ദിവസം പണിക്കാരുടെ ബഹളമായിരുന്നു. 3 ബാത്റൂം മാറ്റി, ഹാളിന്റെ ഫ്ലോറിംഗ് മാറ്റി. ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മാലിനി പറഞ്ഞാൽ മതി. ഞാനോ? അല്ലാണ്ടാര്? വീട്ടുകാരുടെ പോർട്ട്ഫോളിയോയിലാണ് ഇതൊക്കെ വരുന്നത്. യെസ് ഡോക്ടർ, പറയൂ. എന്നിട്ട്? ആ, നന്നായി. ഗുഡ്, വെരി ഗുഡ്. ഞാൻ അറിയിക്കാം. എക്സലന്റ്, ഫാന്റാസ്റ്റിക്. രവിയേട്ടൻ വീട്ടിലേക്ക് പുറപ്പെടുന്നു. വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ബ്ലഡ് കൗണ്ട് ഒരുവിധം നോർമൽ ആയിരിക്കുന്നു. ഈശ്വര, ആരാ വിളിച്ചത്? ഡോക്ടർ ഉണ്ണിയുടെ അസിസ്റ്റന്റ്. ദാറ്റ്സ് ഗ്രേറ്റ്, റിയലി ഗ്രേറ്റ്. പക്ഷേ ഡോക്ടർ റഹീം അത് സൂചിപ്പിച്ചിരുന്നു. ഫാൾസ് സെക്യൂരിറ്റി, എല്ലാം മാറിയെന്ന് തോന്നുന്ന സിംറ്റംസ്. നമ്മളത് പുറത്തു പറയണ്ട. മരണം അടുത്തെത്തുമ്പോഴാണ് അത്ര ചില കേസുകളിൽ ഇങ്ങനെ ഉണ്ടാവുക. ഞാൻ പോട്ടെ. ഞാൻ പിന്നെ വരാം. എനിക്ക് ചില ബാങ്ക് ഇടപാടുകൾ തീർക്കണം. ഒരു ഹാപ്പി മൂഡിലാണ് രവിയേട്ടനെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ ഡോക്ടർ റഹീമായിട്ട് വളരെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ALL ചില കുട്ടികൾക്ക് മാറ്റുണ്ട്, അപൂർവം കേസുകളിൽ. മുതിർന്നവരിൽ കംപ്ലീറ്റ് ആയി മാറിയ ഹിസ്റ്ററി ഇല്ല. അത് മനസ്സിൽ വെച്ചാൽ മതി. ഹോസ്റ്റലിൽ പോയിട്ട് വേണം നാട്ടിലേക്ക്. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഞാൻ കാറിലേക്കാം. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ഞാൻ നിൽക്കുന്നില്ല. ഓൾ ദ ബെസ്റ്റ്. ഇപ്പൊ എങ്ങനെയുണ്ട്? രവി നിശ്ചയിക്കട്ടെ. വളരെ വ്യത്യാസം തോന്നുന്നുണ്ട് ഗ്രീമേ. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ റൂട്ടിംഗ് സിസ്റ്റംസ് തുറന്നുകൊണ്ട് പോകണം. ബി ആക്റ്റീവ്. ഞാനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതാണല്ലോ. വായന, എഴുത്ത്, നടത്തം എല്ലാം നടക്കട്ടെ. ഇരിക്കുന്നില്ലേ? ഒരു ചായ കുടിച്ചൂടെ ഡോക്ടർക്ക്? വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് ചില പതിവ് ആഹാരക്രമങ്ങളൊക്കെ ഉണ്ട്. അത് കഴിയുന്നത്ര തെറ്റിക്കാറില്ല. എന്റെ ആഹാരക്രമം വിവരിച്ചാൽ നാട്ടിലെ ആളുകൾ പരിഹസിച്ചേക്കും. അല്ലേ ബാബു? പോട്ടെ. ആ ബാബു, നീ ഇടയ്ക്കെന്നെ വിളിക്കണം.
3 സ്ഥലത്തെ നമ്പർ എഴുതി വെച്ചിട്ടില്ലേ? ഓ സർ. ഹായ് രവി, ഐ വിൽ ബി ഇൻ ടച്ച്. ചികിത്സ കഴിഞ്ഞിട്ടില്ലാന്ന ബോധം വേണം. ടേക്ക് കെയർ. സൂക്കട് മുഴുവൻ മാറി എന്നാണോ ഡോക്ടർ പറയണേ? ഇപ്പൊ അപകടമൊന്നുമില്ല. ഇനി വരാണ്ടിരുന്നാ ജയിച്ചു. ബാബു, എന്റെ പുസ്തകങ്ങളൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ എന്താ വഴി? ആഫീസിൽ നിന്ന് വാനോ കാറോ കിട്ടുമോ നോക്കാം. ഞാൻ പോട്ടെ സാർ. ഓക്കെ. ഡോക്ടർ പറഞ്ഞ പോലെയൊക്കെ ഡോണ്ട് വറി. പറ്റേ. ദുർഗേ, ഇപ്പൊ നന്നായി വിശക്കാറുണ്ട്. ചെറിയമ്മോട് പറഞ്ഞേക്ക്, ചെറിയൊരു സദ്യ വിടുന്ന നാലും തിരക്കില്ല, ശരിക്കുണ്ണും. ഹായ്. ഡോക്ടർ ഉണ്ണിയുടെ വാക്കുകളിൽ ഭൂമിയിലെ വാടക ഷീറ്റ് എങ്ങനെയോ പുതുക്കി എഴുതിയിരിക്കുന്നു. തൽക്കാലം കുടിയൊഴിയേണ്ടതില്ല എന്നാണ് അവരുടെ കണക്കൂട്ടൽ. You look all right. I feel all right. Come on. പോരൂ പോരൂ എന്നോടൊത്തുണരുന്ന പുലരികളെ, എന്നോടൊത്തു കിനാവു കണ്ടു ചിരിക്കുമിരവുകളെ, എന്നോടൊത്തുണരുന്ന പുലരികളെ, എന്നോടൊത്തു കിനാവു കണ്ടു ചിരിക്കുമിരവുകളെ, യാത്ര തുടരുന്നു, ശുഭയാത്ര നേർന്നു വരൂ, യാത്ര തുടരുന്നു, ശുഭയാത്ര നേർന്നു വരൂ. ഒരു കുടന്ന നിലാവ് കൊണ്ടൻ നെറുകയിൽ കുളി തീർത്ഥമാടിയ നിശകളെ, നിഴലുമായിട ചേർന്നു നൃത്തം ചെയ്ത പകലുകളെ, പോരൂ പോരൂ, യാത്ര തുടരുന്നു, ശുഭയാത്ര നേർന്നു വരൂ. തുളസി വെറ്റില തിന്നു ചുണ്ടു തുടുത്ത സന്ധ്യകളെ, തുയിലുണർത്താൻ വന്നൊരോണക്കിളികളെ നന്ദി, അമൃതവർഷിണിയായ വർഷാകാലമുകിലുകളെ, ഹൃദയമെരിയെ അലറി മലരായി പൂത്തിറങ്ങിയ വേനലെ, നന്ദി നന്ദി, യാത്ര തുടരുന്നു, ശുഭയാത്ര നേർന്നു വരൂ. ഇനി വീട്ടു റേസ് വേണ്ട. ഇപ്പൊ റേഷൻ ഓഫീസ് വരെ നടക്കാൻ പ്രയാസം ഉണ്ടാവില്ലല്ലോ, അടുത്തല്ലേ. എന്താണ്, എന്താ കാര്യം? റൈറ്റർ കൊണന്നിട്ട് കുറച്ച് ദിവസമായി. അന്ന് പറഞ്ഞ ആധാരം തറവാട് സ്വത്ത് ട്രസ്റ്റ് ആക്കല് വായിച്ചു നോക്കാം. ഓ, അതങ്ങനെ നിൽക്കട്ടെ. അന്ന് ഞാൻ ആകപ്പാടെ ഒരു പരിഭ്രമത്തിലായപ്പോ
ഇപ്പൊ നമുക്ക് ധൃതി കൂട്ടേണ്ട കാര്യമില്ലല്ലോ. ട്രസ്റ്റ് ആക്കിയ പിന്നെ വേണ്ടി വന്നാൽ ഒരു കഷ്ണം വിൽക്കാനും പറ്റില്ല. ടൗണിൽ ഒരു സ്വന്തം സ്ഥലം വേണമെന്ന് പിന്നെ മാലിലേക്ക് തോന്നിയാലോ? നമ്മൾ അതും ആലോചിക്കണ്ടേ? ഓ, ഇഷ്ടം പോലെ. മുദ്രപത്രത്തിന് 300 റുപ്യ, എഴുത്തുകാരന് 120. അത് ചെറിയമ്മടയിൽ ഏൽപ്പിച്ചാൽ മതി. നിന്നെ കാണുന്നേയില്ലല്ലോ ദുർഗ. ഞാൻ രാവിലെ നേരത്തെ വരാറുണ്ട്. വാതിലടച്ചിട്ട് പ്രാണായാമ യോഗാഭ്യാസമൊക്കെ ചെയ്യണ നേരാവും. വെറുതെ ശല്യപ്പെടുത്തണ്ടല്ലോ. വൈകുന്നേരം നടത്തമാണ് പ്രധാനം. ഇപ്പൊ 1 മണിക്കൂറോളം നടക്കും. രവിയേട്ടന്റെ ദേഹം നന്നായിട്ടുണ്ട്. ആ പാമ്പിൻകാവ് വെട്ടിയത് കഷ്ടായില്ലേ? എത്ര മരങ്ങളായിരുന്നു. പഴയ മേച്ചിൽപ്പുറങ്ങളൊക്കെ കുടിയിരിപ്പുകളാക്കി കഷ്ടം മുറിച്ച് പോയല്ലോ. ഒരു സ്വകാര്യം കേൾക്കണോ? ഉം. എന്റെ പഴയ ബാലാരിഷ്ടകൾ വീണ്ടും കുറേശ്ശെ തല പൊക്കണുണ്ടോ എന്നൊരു സംശയം. ഈ ചികിത്സയുടെ ഫലവും പിന്നെ ഉഷ്ണം കൂടി വരില്ലേ? അതല്ല ഞാൻ പറഞ്ഞു വന്നത്. ചില ലേഖനങ്ങൾ പഠനങ്ങളും ഒക്കെ എഴുതണമെന്ന് വിചാരിച്ചിട്ടാണ് പുസ്തകങ്ങളൊക്കെ വരുത്തിയത്. എഴുതാൻ മടുപ്പ്. എഴുതണമെന്ന് തോന്നുന്നതോ പഴയ വികൃതി തന്നെ. ആരോടും പറയണ്ട. കവിത. അതിനെന്താ, എഴുതന്നെ. ജീവിതം തിരിച്ചു കിട്ടിയതിന് ആരോടൊക്കെയോ നന്ദി പറയാനുണ്ട്. എഴുതിയേക്കും. ചിലപ്പോൾ പ്രസിദ്ധപ്പെടുത്തുക തന്നെ ചെയ്യും. പക്ഷേ പതിവില്ലാതെ കവിതയ്ക്കൊരു സമർപ്പണം ഉണ്ടാവും. വിളയൂർ ശ്രീദേവിക്ക്. തോട്ടത്തിൽ പണിക്കാരുണ്ട്, അവർക്ക് കൂലി കൊടുക്കണം. ഞാൻ പോട്ടെ. ആൻസർ പേപ്പേഴ്സ് കുറെ നോക്കാനുണ്ട്. ഞാൻ രാവിലെ ഹോസ്റ്റലിൽ പോവും. വീട് ഒഴിയണ്ട. കുറച്ചു കാലം ഇവിടെ തന്നെ നിൽക്കണം. എന്നാലും ആ വീടിരിക്കട്ടെ. അവിടെ നാളെ പുതിയ ആളുകൾ വരുന്നു. ഓ, സാധനങ്ങളൊക്കെ? തൽക്കാലം എല്ലാം കൂടി രാജേന്ദ്രന്റെ കാർ ഷെഡിൽ വെച്ചിട്ടുണ്ട്. ഉം. ഈ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ പ്രത്യേക ദിനചര്യകളാ. ഇവിടെ തന്നെ നിന്നാലും ശരിയാവും. You will get the samples on Wednesday. I will send it by courier. Thank you. Let me see. ഞാൻ ബാങ്കിന്റെ ചെയർമാനോട് സംസാരിക്കട്ടെ. May I? ഹലോ രാജേന്ദ്രൻ. രവിയേട്ടൻ വിളിച്ചാൽ മതിയായിരുന്നല്ലോ. ഞാൻ കാർ അയച്ചു തരുമായിരുന്നു. ബസ് യാത്രയുടെ രസം ഇടയ്ക്ക് അറിയണ്ടേ? ഇപ്പൊ അവശനുമല്ല. എനിക്കവിടെ ഒന്ന് കാണാൻ പറ്റിയില്ല. സീസൺ അല്ലേ. ബയേഴ്സ് വരാൻ തുടങ്ങിയ കൂട്ടത്തോടെ വരവ്. ഹൗ ഡു യു ഫീൽ നൗ? ഫസ്റ്റ് ക്ലാസ്. യാത്ര പറഞ്ഞ് നഗരത്തോട് വീണ്ടും വന്നൊന്ന് കുശലം പറയണമെന്ന് തോന്നി. ചില ഫ്രണ്ട്സിനെ കാണണം. ഒരുപക്ഷെ ഓഫീസിലും കയറണം. എനിക്കിതൊരു സെലിബ്രേഷൻ ആണല്ലോ. കഴിയുമെങ്കിൽ സ്പിൽബർഗിന്റെ പടം കൂടെ കണ്ടിട്ട് സന്ധ്യയ്ക്ക് മുമ്പ് മടങ്ങണം. ഗുഡ്, വെരി ഗുഡ്. സന്ധ്യയ്ക്ക് എനിക്ക് യോഗ, മെഡിറ്റേഷൻ, കഷായം ഒക്കെ ഉണ്ട്. എല്ലാം പെട്ടെന്ന് കഴിക്കണം. താൻ ഫ്രീ ആണോ? ഒരു റൗണ്ട് ഫിലിം വേണ്ടെന്ന് വെക്കാം. ഞാൻ ഫ്രീ അല്ലല്ലോ. അർജന്റ് ആയി ചില ഫാക്സ് മെസ്സേജസ് വരാനുണ്ട്. ഉടൻ റിപ്ലൈ കൊടുക്കേണ്ട കേസുകളാണ്. എറണാകുളത്ത് പോയി വണ്ടി വന്നോ? ഇല്ല സാർ. വണ്ടി ഇല്ലല്ലോ. ഞാനൊരു ടാക്സി വിളിച്ചുതരാം. വേണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. അതിലും പ്രധാനം എനിക്ക് തന്നോട് വേറെയും ചിലത് സംസാരിക്കാനുണ്ട്. ആളുകൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. ഈ ആഴ്ച മുഴുവൻ ഞാൻ ബിസി. ഒരു അരമണിക്കൂർ. ആളുകൾ കാത്തിരിക്കുന്ന ഒരു വേട്ട. ഇൻഷുറൻസുകാരോട് വരാൻ പറ. നൈസ് ടു സീ രവേട്ട. സുഖമായോ സാർ? ആ, ഇപ്പൊ വലിയ കുഴപ്പമില്ല. നമസ്കാരം. നമസ്തേ സാർ. സാറിന്റെ മുറിയിലായിപ്പോ നമ്പ്യാ സാർ ഇരിക്കണേ. സാർ, ചായ പറയണം? വേണ്ട.
എന്റെ ടേബിളിൽ ചില പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും മാറ്റിയിട്ടില്ല സാർ. നമ്പ്യാർ സാർ ഇവിടെയാണ് ഇപ്പോൾ ഇരിക്കണമെന്നേ ഉള്ളൂ. മാറ്റണമെന്ന് പറഞ്ഞപ്പോഴാ സാർ ആസ്പത്രിയിൽ നിന്ന്. സാർ എന്നാ ജോലി ചേരണേ? നിശ്ചയിച്ചിട്ടില്ല. ബാബു നൈറ്റ് ഡ്യൂട്ടി ആവൂലേ? അതെ സാർ, എന്നും ലാസ്റ്റ് ഷിഫ്റ്റാ. ബാബുനോടെ എന്റെ പേപ്പേഴ്സ് ബുക്കൊക്കെ ഒന്ന് നോക്കി മാറ്റി വയ്ക്കാൻ പറയും. ശരി സാർ. ബസ് യാത്ര കൊണ്ട് ക്ഷീണിച്ചോ? ഏയ് സാറില്ല. രവി പോണത് മാലിനിക്ക് അറിയില്ലേ? ത്രൂ ബസ് കിട്ടിയില്ല മാലിനിക്ക്. കോളേജിൽ റിസൾട്ട് തയ്യാറാക്കണ പണിയുണ്ടെന്ന് പറഞ്ഞു. ഒരുമിച്ച് പോവായിരുന്നില്ലേ? എനിക്ക് വേറെ ചില സ്ഥലങ്ങളിലും പോകാനുണ്ടായിരുന്നു. ആഫീസുകാരെന്ത് നിശ്ചയിച്ചു? തൽക്കാലം ഞാൻ ചേരുന്നില്ല. ചെലവിനുള്ള നമുക്ക് തോട്ടത്തിൽ നിന്നും കൃഷി നോക്കിയായിട്ട് കിട്ടില്ലേ? കൃഷി ഇപ്പൊ നഷ്ടാ. കാലാകാലം ചെയ്തു വരുന്നത് നിർത്തേണ്ടതിന് ഞങ്ങൾ കൊണ്ട് നടക്കണമെന്നുള്ളൂ. തേങ്ങയ്ക്ക് കടലാസിൽ കാണുന്ന വിലൊന്നും കുറ്റിക്കാർ തരില്ല. അങ്ങനെ നഷ്ടം സഹിച്ച് എന്തിനാ കൃഷി നടത്തിക്കൊണ്ട് പോണേ? വിറ്റേക്ക. ചെറുമേ ഞാൻ സന്ധ്യയ്ക്ക് കുടിക്കുന്ന ഒരു കഷായം ഉണ്ടായിരുന്നു. ഓ, അത് മറന്നു. ഉണ്ടാക്കാം. ചെറിയമ്മയ്ക്ക് വയസ്സായി. കുനിഞ്ഞ അടുക്കളയിൽ നിന്ന് പണിയെടുക്കാൻ വയ്യാണ്ടായിരിക്കുന്നു. സഹായത്തിനൊന്നിനെ കിട്ടാനും ഇല്ല. പുറം പണിക്ക് പോയാൽ 35-40 കിട്ടും. പിന്നെ ആരെങ്കിലും അടുക്കള പണിക്ക് നിൽക്കുവോ? ട്രസ്റ്റാക്കല്, തറവാട് നിലനിർത്തല്, കാശ് കോലായിൽ ആദ്യം വെക്കണമെന്ന് തീരെഴുതും. നോക്കിക്കോ. പതുക്കെ. കേട്ടാലെന്താ? ചെറിയമ്മോട് മക്കളോടുള്ളൊരു സ്നേഹം. വയ്യാണ്ടാകുമ്പോ പണി പേറാൻ അവര് വേണല്ലോ. കുട്ടിയമ്മ ഇല്ലേ? അമ്മ രാവിലത്തെ ബസ്സിൽ വിളയൂർക്ക് പോയി. മുത്തശ്ശിയുടെ താഴെയുള്ള അനുജത്തി മരിച്ചുവെന്ന് രാത്രി ആള് വന്നു. നീ എന്താ ഇപ്പൊ അങ്ങോട്ടും തീരെ വരാറില്ലല്ലോ? സഹായത്തിന് അവിടെ എല്ലാരും ഉണ്ടല്ലോ. നീ ദിവസവും 1-2 മണിക്കൂർ വാ. ഉച്ചയ്ക്ക് ശേഷം മതി. നിനക്ക് ഇഷ്ടമുള്ളൊരു ജോലിയുണ്ട്. ഞാൻ പറഞ്ഞു തരുന്ന എഴുതിയെടുക്കാനാ. ഞാൻ പരീക്ഷിച്ചു നോക്കി. കുറച്ച് അധികം എഴുതുമ്പോ കഴുത്തിന് വേദന, കൈക്കൊരു പറയല്. ഏട്ടത്തിനും എഴുതില്ലേ? MA കാര്യല്ലേ? നാണുമാന്റെ മകള് വെറും 10ാം ക്ലാസ് അല്ലേ? എന്ന് ഞാൻ പറഞ്ഞു. എപ്പോഴെങ്കിലും 4 ആള് കൂടുന്നിടത്ത് കൊണ്ടുപോകാൻ പറ്റിയ ആളെല്ലാം തോന്നിയിട്ടുണ്ടാവും. അന്ന് നാട്ടുകാരെല്ലാരും പറഞ്ഞത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, വിചാരിച്ചിട്ടുമില്ല. ഒരു ഘട്ടത്തിൽ അങ്ങനെ ഇതിൽ സംഭവിച്ചു. ജയിച്ച് സമാസമാക്കാന്ന് വെച്ച് 2ാം കളത്തിന് കരുതി നിർത്താൻ പറ്റില്ലല്ലോ ജീവിതത്തിൽ. ദുർഗെ, ഞാൻ പറയട്ടെ. വിടൂ, കൈ വിടൂ. പണ്ട് അപഖ്യാതി കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. വീണ്ടും പുന്നാരം തുടങ്ങിയെന്ന് പറയിപ്പിക്കാൻ ഇടവരുത്തണ്ട. ഞാനുണ്ട് കൂടെ, എപ്പോഴും ഞാൻ അടുത്തുണ്ട്. വേദന സഹിക്കാതെ കരഞ്ഞപ്പോഴൊക്കെ എന്നെ സമാധാനിപ്പിച്ച നീയാണോ ഈ പറയുന്നത്? അത് എപ്പോഴാ കണ്ണടയാന്ന് വിചാരിച്ച് കിടക്കുമ്പോഴല്ലേ അപ്പൊ പറയാൻ അവകാശമുണ്ടെന്ന് തോന്നി. ജീവിച്ചിരിക്കുമ്പോ അവകാശക്കാർ വേറെ ഉണ്ടല്ലോ. രഹസ്യക്കാരിയാവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് കൂട്ടിക്കോളൂ. അവളോട് നോക്കാൻ പറ. ആ രാജേന്ദ്രനാവും. അവള് കുളിമുറിയിലാന്നാ തോന്നണേ. എടുത്തോളൂ. ശല്യം.
ഹലോ ആര് ആര് കൃഷ്ണകുട്ടിയോ? എന്താ കൃഷ്ണകുട്ടി? കാർത്തിക്കും കുട്ടികൾക്കും ഹലോ ഒന്ന് കേൾക്കണില്ലല്ലോ. ആ നീ ഒന്ന് വെച്ച് നോക്ക്. ഞാനാ. എന്താ കൃഷ്ണൻകുട്ടി? എന്ത് കത്ത് കിട്ടിയില്ലേ? ആ പത്രാമത്തിലെ കാര്യോ? അതെ, ഹരിജി ഇപ്പഴാ അയക്കണ്ട. ഹരിജി അയക്കണ്ടാന്ന്. അതിലേ രവി ഇപ്പൊന്നും മരിക്കും തോന്നുന്നില്ല. ബാക്കി കാര്യങ്ങൾ കത്തിൽ എഴുതാം. പണ്ടാരോ പറഞ്ഞത് തെറ്റ്. മനുഷ്യൻ തനിച്ചല്ല മരിക്കുന്നത്, ജീവിച്ചിരിക്കുമ്പോഴാണ് അവൻ തനിയെ. കഷായത്തിന്റെ പൊടി ഒരാഴ്ചക്കും കൂടിയേ ഉണ്ടാവൂ. അവരയക്കും. രാജേന്ദ്രനെ കണ്ടതേ ഇല്ലല്ലോ, അത്രയ്ക്ക് ബിസിയാണ്. എന്തോ ബയേഴ്സ് ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടാവും. എനിക്ക് ഒരു മേജർ വർക്ക് ചെയ്യണമെന്നുണ്ട്. ഇടയ്ക്ക് വല്ല കോളം എഴുതാം. 8 മണിക്കൂർ ഡെസ്കിലിരിക്കുന്ന പണി വയ്യ. ഞാൻ ചീഫിന് എഴുതിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യുന്നവരെ ഇവിടെ 1 or 2 കൊല്ലം. ഹോസ്റ്റലിൽ ഒരുവിധം സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓ മൈ ഗോഡ്, ഞാൻ മറ്റൊരു അറേഞ്ച്മെന്റിനെ പറ്റി പറഞ്ഞത് മനസ്സാകെ സമനില തെറ്റിയ സമയത്ത് ഞാൻ എന്തൊക്കെയോ വിഡിത്തങ്ങൾ. Forget it. Just forget it. ഹോസ്റ്റലിൽ താമസം, വീക്കെൻഡിലെ വരവും പോക്കും ബുദ്ധിമുട്ടല്ലേ? നമുക്ക് സുഖമായി കഴിയാനുള്ള വക നമുക്ക് ഈ തോട്ടത്തിൽ നിന്ന് കിട്ടും. ഡോക്ടർ ഉണ്ണി പറഞ്ഞതുപോലെ നല്ല ഒന്നാന്തരം ശ്വസിക്കുന്ന മണ്ണ്. നമുക്കിതൊരു വലിയ ഫാമാക്കി ഡെവലപ്പ് ചെയ്തെടുക്കാം. എന്താ? നല്ലതാണ്. പക്ഷേ ഞാൻ ജോലി വിടുന്നില്ല. എങ്കിൽ ശരി, നിർബന്ധിക്കുന്നില്ല. എനിക്ക് എന്റെ ജീവിതക്രമം ആകെ ഒന്ന് മാറ്റിയെടുക്കണമെന്നുണ്ട്. അതിന് പറ്റിയ സ്ഥലം ഇത് തന്നെ. നിനക്കെന്താ പ്രശ്നം? എന്താ പ്രോബ്ലം? അറിയില്ലേ, പുതിയൊരു ജീവിതക്രമം എനിക്കും കൽപ്പിച്ചത് ദാ ഇവിടെ വെച്ച് തന്നെയായിരുന്നു. അത് ചിട്ടപ്പെടുത്താൻ ഞാൻ ഓടി നടക്കുകയായിരുന്നു. ഞാൻ മാത്രമല്ല. മരണം മുന്നിലെത്തിയെന്ന് തോന്നിയപ്പോ പലതും ആലോചിച്ചു പോയി. ആ കൺഫ്യൂഷനിൽ പെട്ടതായിരുന്നു ഞാൻ പറഞ്ഞതൊക്കെ എന്ന് വെച്ചോളൂ. പറഞ്ഞത് അത് മാത്രമല്ല, ജീവിതത്തിന്റെ വലിയൊരു കണക്കെടുപ്പ് നടത്തി മറന്നു കിടന്നതൊക്കെ വലിച്ചു പുറത്തിടുകയും ചെയ്തു. ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? ഐ ക്യാൻ റിപ്പീറ്റ് വാട്ട് യു സെഡ് വേർഡ് ബൈ വേർഡ്. ഞാൻ പറഞ്ഞത് You are അതല്ല. a miserable hypocrite. You shut up. Don't try my... This is the limit. I tell you don't. തർക്കവും തകരാറും കൂടി വരികയാണല്ലോ. സ്ഥലം വിൽക്കണ കാര്യാവും. അതുകൊണ്ടാ ഇംഗ്ലീഷിലാക്കണത്. കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. അതല്ല, അവൾക്ക് ഇവിടെ ഒന്ന് ശുശ്രൂഷിക്കാനൊന്നും പറ്റില്ല. കോളേജിൽ പോണം. കാര്യം അതാവും. എനിക്കറിയാം. പപ്പായുടെ സ്വത്തിൽ അവകാശം ഇല്ലെന്ന് വന്നപ്പോഴേ കണക്കൂട്ടൽ തെറ്റി. നീ തന്നെ അത് പറയണം. പണപ്പെട്ടി വണങ്ങി തല ഉനിക്കാൻ വയ്യാത്തതുകൊണ്ട് ജോലികൾ വലിച്ചെറിഞ്ഞ് ഞാൻ തന്നെ അത് കേൾക്കണം. പങ്കിട്ട് കഴിഞ്ഞാൽ നിത്യച്ചെലവിനെ കഷ്ടി എന്ന പാരലൽ കോളേജ് എന്റെ മഹാസാമ്രാജ്യമായിരുന്നു. നീ കണ്ടതല്ലേ? ഐ വാസ് ഫ്രീ ദയർ ആൻഡ് ഐ വാസ് ഹാപ്പി. സ്വാതന്ത്ര്യം, ഒരുപാട് സുഹൃത്തുക്കൾ, ചെറുപ്പക്കാരുടെ മുഴുവൻ ആരാധന. ആ കൂട്ടത്തിൽ തിക്കിത്തിരക്കി മുന്നിൽ കയറി വന്ന ആളെ ഓർമ്മയുണ്ടല്ലോ? എല്ലാം വേണ്ടെന്ന് വെച്ച് ഞാൻ വിശ്വസിക്കാത്ത 100 കാര്യങ്ങൾ എഴുതി നിറയ്ക്കാൻ സമ്മതിച്ച് പത്രമാഫീസിലെ പണിയേറ്റത് എന്തിനാണ്? ആലോചിച്ചിട്ടുണ്ടോ? എന്നെ വിശ്വസിച്ചിറങ്ങിപ്പോന്നവൾക്ക് ഒരു വീടുണ്ടാവണം. ആർഭാടമില്ലെങ്കിലും അത്യാവശ്യങ്ങൾക്ക് മുട്ടുവരാത്ത ഒരു ചെറിയ വീട്.
അതിനുവേണ്ടി തല കുനിച്ച് കുനിച്ച് നട്ടല് തന്നെ വളഞ്ഞു. പഴയ സഹപ്രവർത്തകർ മുഴുവൻ പുച്ഛിച്ചു. ബുദ്ധിജീവിയുടെ പരിവേഷത്തെക്കാൾ പ്രധാനമാണ് കെട്ടിയ പെണ്ണിന്റെ സംരക്ഷണമെന്ന് അവരോടൊക്കെ പറയാൻ എനിക്കൊരു മടിയുണ്ടായില്ല. നീ കേട്ടതല്ലേ? ഇപ്പൊ നിനക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. പോയിപ്പോയ രോഗം വേഗം തിരിച്ചു വരണേന്ന് ഉള്ളൊരുകി ഒന്ന് പ്രാർത്ഥിക്കാം. എന്നെ പറ്റി അതാണോ ധരിച്ചത്? രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിക്കാത്ത ഒറ്റ ദിവസമില്ല. ആരോഗ്യത്തോടെ ഇരിക്കാൻ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഇനിയും പ്രാർത്ഥിക്കും. ഐ വിൽ ഗോ ആൻഡ് പ്രേ. പക്ഷേ അതൊക്കെ മതി. കൂടെ കഴിയാൻ മാത്രം എന്നെ നിർബന്ധിക്കരുത്. യു മേ മീ തിങ്ക്. വലിയ വലിയ കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ജീവിതമെന്ന വലിയ നുണ, മരണമെന്ന വലിയ സത്യം. ഞാനും കുറെ ആലോചിച്ചു. താങ്ക്സ് ടു യു. പ്രേമം ഒരു അഡ്വഞ്ചർ മാത്രമായിരുന്നു എന്ന് പിന്നെ മനസ്സിലായി. മലകയറ്റം പോലെ ഒരു അഡ്വഞ്ചർ. മുകളിൽ എത്തുന്നത് വരെയാണ് ത്രിൽ. കയറിക്കഴിഞ്ഞ് പേരൊരു പാറയിലോ മറ്റോ വരച്ചിട്ടാൽ അത് തീർന്നു. അത്യധ്വാനം എന്തിനായിരുന്നു എന്ന് കയറിയവരൊക്കെ വിചാരിച്ചു പോവും. മാലിനി, you don't realize what you're saying. അഡ്ജസ്റ്റ് ചെയ്ത് ഒരുവിധം പൊരുത്തപ്പെട്ടപ്പോൾ മാരേജ് ആകെ പരാജയമായിരുന്നുവെന്ന് ഉറപ്പിച്ച് ഡിക്ലെയർ ചെയ്തത് ആരാണ്? ഞാനല്ലല്ലോ. തെറ്റ് തിരുത്താൻ വഴി കണ്ടത് ആരാണ്? മറ്റൊരുത്തന്റെ കയ്യിൽ എന്നെ നിർബന്ധിച്ച് ഏൽപ്പിച്ച് കൈ കഴുകി ആശ്വസിച്ചത് ആരാണ്? അന്നത്തെ ചുറ്റുപാട് അത് മറക്കുന്നു. അന്ന് ആലോചിച്ച് ശരി, പറഞ്ഞതും ചെയ്തതും ഒക്കെ ശരി, 100 വട്ടം ശരി. പക്ഷേ ഇപ്പൊ സിറ്റുവേഷൻ മാറിയില്ലേ? അതുകൊണ്ട് വിശേഷിച്ച് അപകടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെന്താ? ഞാൻ രാജേന്ദ്രന്റെ കൂടെ കിടന്നു എന്നാണ് ചോദ്യമെങ്കിൽ ഇല്ല. ഹൈ സൊസൈറ്റിയുടെ ഒരു ലേബൽ പണ്ട് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഭർത്താവ് മരിക്കാൻ കിടക്കുമ്പോൾ സുഖം തേടി ആണിന്റെ കിടക്കയിൽ ചാടി വീരുന്നത്ര ഡീഗ്രഡേഷൻ ഞാൻ വളർന്ന ഹൈ സൊസൈറ്റിക്കും ഇല്ല. മനസ്സിലാക്കിക്കോളൂ. ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഒന്നും വേണ്ട. രണ്ടുപേർക്കും ഒരു ബെനിഫിറ്റും കിട്ടാത്തതായിരുന്നല്ലോ ഈ വിവാഹം. നമ്മൾ രണ്ടാളും ഒരു ഘട്ടത്തിൽ അത് സമ്മതിച്ചതാണ്. എനിക്കിനി വേണ്ടത് പിരിയാൻ, നല്ല ഫ്രണ്ട്സായി പിരിയാൻ ഒരു അവസരം. എനിക്ക് രാജേന്ദ്രന്റെ സെൻട്രൽ എ സി ബംഗ്ലാവും വേണ്ട. എന്റെ ഹോസ്റ്റൽ മുറി ധാരാളം. ഞാൻ എന്ത് തെറ്റി പറയും? മനസ്സിലാവുന്നു, തെറ്റുകൾ മനസ്സിലാവുന്നു. ഏറ്റവും വലിയ തെറ്റ് മരിക്കാതെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് തന്നെ. ഒരു കാര്യം പറയണമെന്ന് തോന്നിയിട്ട് കുറച്ച് ദിവസമായി. ഇംഗ്ലീഷ് ചികിത്സ എളുപ്പാ. കഷായം, ഗുളിക, മരുന്ന്, വെട്ടിത്തിളപ്പിച്ച വെള്ളം. പണിക്കാരും ഇല്ലാത്തപ്പോ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇതൊന്നും ആവില്ല കേട്ടോ. അതിനു ചുറ്റും വട്ടം ചുറ്റി നൃത്തം ചെയ്ത് നാം എന്തൊക്കെയോ സങ്കല്പിക്കുന്നു. മധ്യത്തിലിരിക്കുന്ന അതാകട്ടെ എല്ലാം അറിയുന്നു. I told you he'll be here. ഓ,
ഈ സമയത്ത് ഞാൻ തനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത റിലാക്സേഷൻ അല്ലേ? താനിപ്പോഴും എന്റെ പേഷ്യന്റ് ആണെന്ന കാര്യം ഓർമ്മയുണ്ടല്ലോ. യു ലുക്ക് ഓൾ റൈറ്റ്, താങ്ക് ഗോഡ്. താൻ വിളിച്ചെന്ന് പറഞ്ഞു. ആ വെറുതെ നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ കയറിയിട്ടാണ് വരുന്നത്. ഇളനീര് കുടിച്ചു. സായിപ്പ് ചെറിയമ്മയുടെ ഒരു ഫോട്ടോയും എടുത്തു. ഇത് ഡോക്ടർ പോൾ ഫോർഷെ. രവി, ഐ ടോൾഡ് യു അബൌട്ട് ഹിം. ഫ്രഞ്ച് ആണ്, ഇംഗ്ലീഷ് കഷ്ടിയാ. രവിയുടെ കേസ് ഹിസ്റ്ററി ഒക്കെ അറിയാം. പതിനൊന്നരയ്ക്ക് എയർപോർട്ടിലെത്തണം. ഞാൻ ബോംബെ വഴി നാളെ മടങ്ങുന്നു. നവംബർ ഡിസംബറായി ഞാൻ തിരിച്ചു വരും. വിഷമമൊന്നും തോന്നില്ല ഇപ്പോ? എവറിഥിങ് അണ്ടർ കൺട്രോൾ? യെസ്. ഞാൻ ഇടയ്ക്ക് വിളിക്കാം. എന്തെങ്കിലും പ്രോബ്ലം തോന്നുമ്പോ ഡോക്ടർ നീരജയെ വിളിക്കണം. നിൽക്കാൻ സമയമില്ല. ദൈവാനുഗ്രഹം. താൻ നന്നായിരിക്കുന്നു. എന്താ രവി? ഒരപേക്ഷയുണ്ട്. ഡോക്ടർ ഇത് ഗൗരവമായിട്ട് എടുക്കണം. ഐ എം വെരി വെരി സീരിയസ് അബൌട്ട് ഇറ്റ്. എഴുതിയാലോ ഡോക്ടർക്കെന്ന് വിചാരിച്ചതാണ്. ഡോക്ടറുടെ കഴിവുകൾ അപാരം, സിദ്ധാന്തങ്ങൾ അത്ഭുതകരം. പക്ഷെ ഇനി മരണമുറപ്പായവരെ രക്ഷിക്കരുത് ഡോക്ടർ. കഴിവും ഡോക്ടറുടെ കൈപുണ്യവും ഉപയോഗിച്ച് അനായാസേനയുള്ള മരണം ഒരുക്കി കൊടുക്കണം. വിധിയെ തിരുത്തി എഴുതാൻ ഡോക്ടർ ആര്? നമ്മളാര്? രവി, മരണം എവിടെയും ഒരു ഉത്സവം പോലെയാണ്. സഹതാപം എന്താണ് സത്യത്തിൽ? എനിക്കിത് വന്നില്ലല്ലോ എന്നുള്ള സന്തോഷത്തിന്റെ സ്വകാര്യ പ്രകടനം അല്ലേ? പാട്ടും കൂത്തുമായിട്ടാണ് വടക്കേന്ത്യയിൽ ശവമെടുപ്പ്. ഞാൻ കണ്ടിട്ടുണ്ട്. ചെണ്ടയടിച്ച് ചാരായത്തിന്റെ ലഹരിയിൽ ആടിപ്പാടിയാണ് ശ്മശാനത്തിലേക്കുള്ള ഘോഷയാത്ര തമിഴ്നാട്ടില്. സായിപ്പ്, മഹാനായ സായിപ്പിന്റെ നാട്ടിലെ സ്ഥിതി വായിച്ചറിവേ ഉള്ളൂ. അടക്കിക്കഴിഞ്ഞാൽ വീട്ടിൽ വിസ്കിയും വൈനും ഒഴുകുന്നു സമൃദ്ധമായി. ഇടവാങ്ങിയ ദുഃഖം മറക്കാനെന്ന് പറയും. ശല്യം തീർന്നതിന്റെ ആഘോഷമായിട്ടും കരുതാം അല്ലേ ഡോക്ടർ? നമ്മളോ മരണം ഒരു അനുഷ്ഠാന കലയാക്കി മാറ്റിയവർ. ഒരു തനത് നാടകത്തിന്റെ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അല്ലേ? മരണം എന്നും നമുക്ക് പവിത്രം, ഉദാത്തം. പാവം ജീവിതം ഇവിടെ നിന്ദ്യം നിഷിദ്ധം അല്ലേ ഡോക്ടർ? രവി, രവി, സോറി ഡോക്ടർ. എന്താ അസുഖം വല്ലതും തോന്നുന്നുണ്ടോ? ഏയ് ഒന്നുമില്ല. ഒരു ചെറിയ സംശയം ചോദിക്കട്ടെ ഡോക്ടർ? സമയമുണ്ടോ? ശരീരമാണ് രോഗം മാറ്റാൻ കൽപ്പിക്കുന്നതെന്നാണല്ലോ ഡോക്ടറുടെ തിയറി. ദാറ്റ്സ് റൈറ്റ്. ശരീരത്തിന്റെ മനസ്സ്. അപ്പോ വളരെ തീക്ഷ്ണമായി ഇന്റൻസായി രോഗം തിരിച്ചു കിട്ടണമെന്ന് ശരീരം ആഗ്രഹിച്ചാലും ഫലിക്കണം അല്ലേ? മണ്ട. മഹാരോഗം തിരിച്ചു കിട്ടാൻ ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? വാട്ട് നോൺസെൻസ്. ഓ, ചിലപ്പോ രോഗം വരുത്താനുള്ള തെറാപ്പി ഒന്ന് അറിഞ്ഞു വെക്കേണ്ടതായിരുന്നു ഡോക്ടർ. രവി, എന്താ കാര്യം? ഒന്നുമില്ല. ഡോണ്ട് പ്ലേ വിത്ത് ഡെസ്റ്റിനി. വീണ്ടും ഒരു ജന്മം തന്ന ശക്തി ഏതോ ആവട്ടെ. ആ കടം വീട്ടാൻ ബാധ്യസ്ഥനാണെന്ന് ഓർമ്മിക്ക്. വായിക്ക്, എഴുത്, കാര്യമായ എന്തെങ്കിലും വർക്ക് ചെയ്യേ. ടേക്ക് കെയർ. God bless. God bless. God bless. God bless. ഞാൻ ഇന്നലെ ഹോസ്റ്റലിൽ വന്നു. എന്നിട്ട് വിളിക്കാത്തത്? കുറച്ച് ടാബ്ലേഷൻ വർക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞപ്പോ ഒന്നിനും തോന്നിയില്ല. ഇരിക്കൂ. പയ്യനില്ല. ഡിന്നർ പുറത്തായാലോ എന്ന് ആലോചിക്കുമ്പോഴാണ്
മാലിന്യം വന്നത്. ഫ്രിഡ്ജിലെല്ലാം ഉണ്ട്, ചൂടാക്കേണ്ട കാര്യമുള്ളൂ. ഔട്ടിങ് വേണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പുറത്ത് പോവാം. സീ ഫേസിൽ ഒരു ബെസ്റ്റ് ചൈനീസ് കുക്ക് വന്നിട്ടുണ്ട്. രവിയേട്ടന് പിന്നെ വല്ല ചേഞ്ചും? ഇല്ല, ഒന്നുമില്ല. സുഖമുണ്ട്. വെരി നോർമൽ. രവിയേട്ടൻ എന്നോട് പലതും പറഞ്ഞു. എന്നോടും പറയാനാണ് വന്നത്, പക്ഷെ ഞാൻ ചാൻസ് കൊടുത്തില്ല. മരിക്കുന്നു എന്ന് തോന്നിയപ്പോൾ എന്തൊക്കെയോ നമ്മളോട് പറഞ്ഞില്ലേ, അതൊക്കെ തന്നെ. വീണ്ടും സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാം ഞാൻ സമ്മതിച്ചാണ്. വീട് ഒരുങ്ങിക്കഴിഞ്ഞു. മാലിന്യം ഒറ്റയ്ക്ക് ഇവിടെ വിട്ട് നാട് തണ്ടാതിരിക്കാൻ എല്ലാ സ്ഥലങ്ങളിലും വേണ്ട ഏജന്റുമാരെ വെച്ചു. ഓൾ സെറ്റ്. നമുക്കത് മറക്കാം. ആ വോൾ എപ്പിസോഡ്. ആപത്തൊന്നും വരാതെ രവിയേട്ടൻ തിരിച്ചു വരികയും ചെയ്തു. ഒരു തമാശ കേട്ട പോലെ അത് വിട്ടുകളയാം. നമ്മള് കുട്ടികളല്ലല്ലോ. നമ്മൾ കുട്ടികളല്ല, അക്സെപ്റ്റഡ്. ജീവിതം ഒരു തമാശക്കളിയല്ല, എഗെയിൻ അക്സെപ്റ്റഡ്. പക്ഷെ ഒരാളുടെ വിംസ് ആൻഡ് ഫാൻസീസ് അനുസരിച്ച് അക്ഷരങ്ങൾ മായ്ക്കാനും വരുത്താനും പാകത്തിലുള്ള ഒരു മാജിക് സ്ലൈറ്റ് അല്ല മനുഷ്യന്റെ മനസ്സ്. കല്യാണക്കാരി എടുത്തിട്ടപ്പോൾ ഞാൻ എതിർത്തതാണ്. ഇപ്പോഴത്തെ ഒത്തുമാറ്റത്തിന്റെ കഥയല്ല ഞാൻ പറയുന്നത്. 6.5 കൊല്ലം മുമ്പുള്ള നിങ്ങളുടെ ഒറിജിനൽ വിവാഹം. ബുദ്ധിജീവിയായി നടന്നുകൊണ്ട് കുടുംബം പുലർത്താനാവില്ല എന്ന് വാദിച്ചു. സൗകര്യത്തിൽ കഴിയുന്ന ഒരു പെൺകുട്ടിയെ കഷ്ടപ്പെടുത്തരുതെന്ന് അപേക്ഷിച്ചു. എതിർക്കാൻ കാരണം ഈ ന്യായങ്ങളൊന്നും ആയിരുന്നില്ല എന്നത് വേറെ. ആ പെൺകുട്ടിയുടെ ആരാധനഭൂമി രാപ്പകൽ ആദ്യ പിടിച്ചു കിടന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവന്റെ ധ്യാനം, മോഹം, സ്വപ്നം ഒക്കെ അവൾക്ക് ചുറ്റും. അവനത് പറയാൻ വയ്യ. കല്യാണം മുടക്കാൻ ആഗ്രഹിച്ചത് അവന് വേണ്ടിയാണ്. അവന്റെ എരിഞ്ഞു നേറൽ മാലിനിക്കറിയില്ല. ആരുടെ? എന്റെ, ഈ രാജേന്ദ്രന്റെ. പാർട്ട് ടൈം പണിയെടുത്ത് പഠിക്കുന്നവൻ. അവൻ എങ്ങനെ സത്യം പറയും? ആചാരോപചാരങ്ങൾ വിടാത്ത 10 ഇംഗ്ലീഷ് വാചകങ്ങൾ, പെൺകിടാങ്ങളെ ക്ലാസ്സിൽ ചിരിപ്പിക്കാൻ 4 ഫലിതം, വാർഷികത്തിന്റെ നാടകത്തിൽ ഷേക്സ്പിയറുടെ 2 ആത്മകഥം. നൈജീരിയയിൽ നിന്ന് വന്ന ആദ്യം നാട് കണ്ടവർ, ഹൃദയം പറിച്ചെടുത്ത് രവിസാറിന്റെ കാൽക്കൽ. അവന്റെ വേഷം ഓർമ്മയുണ്ടോ? പാന്റ് നിലത്തഴയും. പാർട്ട് ടൈം ടൈപ്പിസ്റ്റായി പണിയെടുക്കുന്ന വീട്ടിലെ സാറിന്റെ ദയ കൊണ്ട് കിട്ടുന്നതാണ്. മാലിനി, തടിച്ച ദേവി. 3-മതൊരാൾ കൂടി ഉണ്ടല്ലോ, ആ ശാന്തകുമാരി. നിങ്ങളുടെ പരിഹാസങ്ങൾക്ക് അത് ദിവസമില്ല. പക്ഷേ രാജേന്ദ്രൻ ഞങ്ങൾക്കൊക്കെ നല്ല ഫ്രണ്ടായിരുന്നു. കോളേജ് ഡേയ്സിലെ പരിഹാസമൊക്കെ ആരെങ്കിലും സീരിയസ് ആയി? ഹേയ്, ആക്ഷേപമില്ല. അല്പം പരിഹാസം നിത്യവും കിട്ടിയില്ലെങ്കിലായിരുന്നു പിന്നെ വിഷമം. പ്ലീസ്, ഞാൻ പറയാൻ വന്നത്. അറിയാം, പക്ഷെ ഞാൻ പറഞ്ഞു തുടങ്ങിയത് മുഴുവൻ കേൾക്കണം. അവന്റെ കഥ. നൈജീരിയയിൽ നിന്ന് പണം തലച്ചുമടായി കൊണ്ടുവന്ന ഡോക്ടർ തോമസിന്റെ മകളോട് അവൻ എങ്ങനെ പറയും? ദാ ഒരു ആരാധകൻ ഇവിടെ, ഞാനുണ്ട്, തല കാണില്ല. പിന്നെ രജിസ്റ്റർ ഓഫീസിൽ സാക്ഷി ഒപ്പിട്ടപ്പോൾ മനസ്സിൽ പറഞ്ഞു, ഞാൻ കരുതി വെച്ച നിക്ഷേപമാണ് സാറിന് തരുന്നത്. ഓർമ്മയുണ്ടോ? മാലിനി നന്ദി പറയാൻ മറന്നില്ല. മുഖത്ത് നോക്കിയില്ല. നോക്കിയാൽ എന്റെ കണ്ണീര് കാണുമോ എന്ന ഭയം. നോക്കൂ, ആ പ്രായത്തിൽ എല്ലാവർക്കും അങ്ങനെ ഓരോ ഇൻഫെക്ച്വേഷൻസ് തോന്നും. എനിക്കത് രവി സാറിനോടായി. അന്നത്തെ കമ്പമാവുമെന്ന് ഞാനും വിചാരിക്കാൻ ശ്രമിച്ചു. അല്ല, വെറും കമ്പം ഒരു കെടാത്ത തീ പോലെ മനസ്സിൽ നേറിക്കിടക്കില്ല. I loved you always. ഹോസ്പിറ്റലിൽ കാവൽ കിടന്നതും ചികിത്സയ്ക്ക് വാരിക്കോരി ചെലവ് ചെയ്തതൊക്കെ വെറും ഒരു ഗുരുഭക്തി കൊണ്ടാണെന്ന് ധരിച്ചോ? അറിയാം, എന്നെ സഹായിക്കാനും കൂടിയായിരുന്നു. ഞാനത് മറക്കില്ല. പക്ഷേ രവിയേട്ടൻ മരിച്ചു ജീവിച്ചൊരു മനുഷ്യനാണ് എന്നോട് അപേക്ഷിക്കുന്നത്. അത് തെറ്റ്. നല്ല സമയത്ത് മരിക്കാത്തത് തെറ്റ്. അങ്ങനെ പറയരുത്. ഡോണ്ട് ബി സോ ക്രൂവൽ.
പബ്ലിഷേഴ്സായി എന്തോ ഇടപാടുകൾ നടത്തുന്നു. ചെലവ് ചെയ്ത സംഖ്യയൊക്കെ ഒരുവിധം വീട്ടിൽ തീർക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടു. പണത്തിന് പകരം നിന്നെ പിടിച്ചു വയ്ക്കുമെന്ന് കരുതുന്നുണ്ട് രവിശങ്കർ സാർ. എന്നെപ്പറ്റി സാറിനെന്തറിയാം? നിനക്കെന്തറിയാം? ഞാൻ ബിസിനസ്സുകാരനാണ്. ബയേഴ്സ് പല നാട്ടിൽ നിന്ന് വരും. അവർക്ക് വേണ്ടി കോൾ ഗേൾസിന് വരെ സപ്ലൈ ചെയ്യേണ്ടി വരും. പെണ്ണ് എനിക്കൊരു അപൂർവസ്വല്ല. മദ്രാസ്, ബോംബെ, ഡൽഹി വിളിച്ചാൽ പറന്നു വരുന്നവരുടെ ഒരു 100 നമ്പരെങ്കിലും ആ ബുക്കിൽ കാണും. പക്ഷെ എനിക്ക് വേണ്ടി ഞാൻ വിളിച്ചിട്ടില്ല ഇതുവരെ. കടം വീട്ടുകയോ വീട്ടാതിരിക്കുകയോ ചെയ്യാം, അത് വേറെ കാര്യം, നിസാരം. ഇഷ്ടമില്ലാതെ വേദന മറച്ചു പിടിച്ച് ഞാൻ ഏൽപ്പിച്ചൊരു വലിയ മുതലുണ്ട്. അതെനിക്ക് അദ്ദേഹം തിരിച്ചു തന്നു. സ്വമേധയാ ഞാനത് ഏറ്റുവാങ്ങി. The deal is closed. രാജേന്ദ്രൻ, help me. Please. ഞാനെന്ത് ചെയ്യണം? എനിക്കറിയില്ല. ഞാൻ ഈ സ്ഥലം വിട്ട് പോണോ? സ്ഥിരമായി ബോംബെ ഓഫീസിൽ നിന്നാലും ബിസിനസ് നടത്തും. ശല്യമാണ്. അരുത്. രാജേന്ദ്രൻ ഇവിടേക്ക് ഉണ്ടാവണം. എവിടേക്ക് പോരുത്. എനിക്കൊരു സമാധാനത്തിന് എനിക്ക് വേറെ ആരുണ്ട്? ഞാനുണ്ട്, എന്നും ഞാനുണ്ട്. അരുത്. പ്ലീസ് പ്ലീസ്. You are mine. അരുത്. No. നിങ്ങൾ എന്ത് പറയണം? വിടൂ. No. I want you. വേണ്ട. വിടൂ. വിടില്ല. നീ എന്റേതാണ്, എന്റെ മാത്രം. ഞാൻ പിന്നെ ആലോചിച്ചപ്പോ ടൗണിൽ ഒരു വീട് നോക്കാൻ ഞാൻ ബാബുവിനോട് പറയാം. കോളേജിനടുത്ത് എവിടെയെങ്കിലും. ലൈബ്രറിയുടെ സൗകര്യം നോക്കുമ്പോ ഞാനും ടൗണിൽ താമസിക്കുന്നതാവും ബെറ്റർ അല്ലേ? അരുത്. വിടൂ. നോക്കൂ, എനിക്കിപ്പോ ഒന്നുമില്ല. പഴയ തെറ്റുകുറ്റങ്ങളുടെ തിരിച്ചറിയൽ, ഒരു വീണ്ടും വിചാരം, ഒരു റീഅസസ്മെന്റ്. ഒരുപക്ഷെ അതിനായിരിക്കും ഈ രോഗം വന്നത്. യു വിൽ ബി ഹാപ്പി. നമുക്കിനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. അരുത്. എന്നെ തുടരുത്. മല്ലി, ഐ എം എ നോർമൽ പേഴ്സൺ. നീ എന്റെ ഭാര്യയാണ്. ആയിരുന്നു. നീ പിന്നെ ഇപ്പൊ എനിക്ക് ആരാണ്? ആ കഥ മറക്ക്. മരണം മുന്നിൽ കണ്ട മനുഷ്യൻ പിച്ചുമ്പയും പറയും. അത് ചെമ്പേടും ശാസനയും പോലെ ചരിത്രരേഖയൊന്നുമല്ല. അവനോട് ഞാൻ സംസാരിക്കാം. ഒരു തുണ്ട് ഭൂമി വിറ്റാൽ വീട്ടാവുന്ന കടമയുള്ളൂ അവന്. അവനെ വിചാരിച്ചാണോ നിന്റെ ഈ സ്റ്റുപ്പിഡ് ഇഡിയോട്ടിക് ധർമ്മസങ്കടം? അതും സത്യം. സത്യം പറയാൻ മരണം അടുക്കുന്നത് വരെ കാത്തു നിൽക്കണമെന്നില്ലല്ലോ. ശപിക്ക്. എന്നെയല്ല, ജീവിതം എനിക്ക് തിരിച്ചു തന്ന മഹാശക്തി ഏതോ അതിനെ ശപിക്ക്. അന്ന് നിന്നെ വിചാരിച്ച് മാത്രമായിരുന്നു എന്റെ ദുഃഖം. ഇനി ഞാനുണ്ട്. എന്നും നിനക്ക് ഞാനുണ്ട്. ക്ഷോഭത്തിൽ ഞാൻ എന്റെ പൊന്നുമോളെ. എന്നെ തുടരുത്. ഒരേ ദിവസം രണ്ടാളുടെ മെത്ത പങ്കിടുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നും.
ഏൽപ്പിച്ചയാൾ അവകാശം സ്ഥാപിച്ചു കഴിഞ്ഞു. രാജേന്ദ്ര, നന്ദി, എല്ലാത്തിനും നന്ദി. ഓൾ ദ ബെസ്റ്റ്. ജീവിതത്തിന്റെ ആഘോഷത്തിനിടയ്ക്ക് അപ്രതീക്ഷിതമായി മരണം കടന്നു വരുന്നു. അർബുദ രോഗത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട രവിശങ്കർ ഇന്നലെ